ഈ സമസ്ത തങ്ങൾ ഔലിയാക്കന്മാരെല്ലാം ടാപ്പോരിങ്ങ മാത്രം ഒറിജിനൽ ഔലിയ അല്ല. നിങ്ങൾ തപ്പ് വിചാരിക്കണ്ടേ. നിങ്ങളെ റഫായ് ഷേഖ് മൊഹിദ്ദീൻ ഷേഖ് എല്ലാം ഉണ്ട് ഒരു ഡമ്മി. ഇപ്പൊ അണ്ണാച്ചും പിന്നെ മൽബാരും രണ്ടാള് ജಂಟಿ ആയോഗത്തിൽ കെട്ടിയ കുറെ കഥ മാലലെല്ലാം ഉണ്ട്. അപ്പൊ മൊഹിദ്ദീൻ ഷേഖർ ഒരു മുരീദിച്ച പെണ്ണുങ്ങൾക്ക് മക്കയില്ല. ഹിസ്റ്ററിയിൽ മക്കമേ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടേ ഇല്ല, അങ്ങനത്തെ ഒരു മക്ക ഇല്ല. അങ്ങനെ വന്നിട്ട് മൊഹിദ്ദീൻ ഷേഖർ വിട്ട് ആ പെണ്ണുങ്ങൾ ചൊല്ലുടെ നാക്ക് മക്കയില്ല, വാരി ബേജാറിലുള്ള. അപ്പൊ മൊഹിദ്ദീൻ ഷേഖ് ചൊല്ലുടെ പോയിട്ട് എന്തിന് അള്ളാ ഈ നന്റെ ഒരു മുരീദിച്ച് പെണ്ണും കൊണ്ട് ആ പെണ്ണുങ്ങൾ മക്ക കൊടുക്കണം, നീ എന്താ കൊടുക്കില്ല? അപ്പൊ അള്ള ചൊല്ലുടെ മൊയ്തീനെ നീ തല സമാധാനിക്ക്, മറുപടി ലൗഹില്ല അവർക്കില്ല, പിള്ളേകൾ മുറുകേണ്ടി കൊടുക്ക് നീ ദയ്യാനെ. അപ്പൊ മരടിയായുള്ള സിറിക്ക് ഒരു കുട്ടിയെ മന്നാനെ നൽകു നീ എണ്ട് മോളിന്തവർ. അപ്പോ പോയിട്ട് മരടി, അതായത് ഈ ബഞ്ച പെണ്ണിങ്ങൾക്ക് ഒരു കിടാവിനെ കൊടുണ്ട് അള്ളാരോട്ട് മൊയ്തീൻ ഷേഖ് ചൊല്ലുടെ. അപ്പൊ മറുപടി എന്തിനു കൊണ്ടല്ല, ലൗഹില്ല അവർക്കില്ല, പിള്ളേകൾ മുറുകനെ രണ്ട് കൊടുക്ക് നീ ദയ്യാനെ. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടില്ല. അപ്പൊ എന്തിനാക്കട മൊയ്തീനെ? ഇല്ലല്ലേ, എന്തിനാക്കട കോട്ട ഇല്ല ആ പെണ്ണിങ്ങ. അപ്പൊ കൊടുക്കാൻ എളുപ്പത്തിൽ ഇല്ലെങ്കിൽ 3 കൊടുക്കണം ഇങ്ങനെ 7ഓളം പിണ്ടവർ. ഒന്ന് കൊടു, 2 കൊടു, 3 കൊടു, 4 കൊടു, അല്ല സോത്തു. മൊയ്തീൻ ഷേഖർ എതിർലി അല്ല സോത്തു. മൊയ്തീനെ എന്റെ ഉപ്പാതിരാക്കണ്ട. അപ്പൊ ഇനി എന്തായിത്തു? മൊഹീദ്ദീൻ ഷേഖ് ഇങ്ങനെ ചൊല്ലുന്നോണ്ട് പോയെങ്കിൽ ആളെ പോവല്ലോ, 100ഓളം എത്തുകൊണ്ട് വിചാരിച്ചിട്ടല്ല. പെട്ടെന്നൂരത്തീരും മുമ്പായിറയോ നമ്പി ഞാൻ 7 കൊടുക്കും. അതൊന്നും മൊയ്തീനെ എന്റെ ഉപ്പാതിരാക്കണ്ട. 7 തണ്ട. അതുപോലെ സാബികൾ ലൗഹിലെഴുതി പേരിയോൻ അവർ കേളിൽ കൊടുത്തവർ. അപ്പൊ 7 കിടാക്കളെ മക്കളെ ആ ബഞ്ചയായ പെണ്ണുങ്ങൾ കൊടുത്തുവിട്ട് ഈ മുഹദ്ദീൻ മാലയിൽ കഥ. ഈ കഥ ശരിയല്ലെങ്കിൽ ഖുർആൻ ശരിയല്ലാണ്ട് പേരോട് ചൊല്ലേ, മനസ്സിലായില്ല? അപ്പൊ അത് മാത്രല്ല, ഒരു ഖാദിമ് ചൊന്നെങ്കിൽ സേവക്ക ഒരു ഇത് എന്താ സേവക്കന്റെ റൂഹ് പിടിച്ചിട്ട് വലിയൊരു ഖാദിമിൻ മൗത്തായ സംഗീതം അവരെ ഊജത്ത് വന്ന് പറഞ്ഞാരെ പെഞ്ഞായി വന്നിട്ട് ചൊല്ലുന്നത്, എന്റെ മാപ്പിള മരിച്ചിട്ട് ബേജാറിൽ വന്നിട്ട് എന്റെ ഖാദിമിന്റെ റൂഹ് എന്നിൽ തരേണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടവർ. മലക്കുൽ മൗത്ത് അസ്രായിൽ, നിങ്ങളെ ഭാഷയിൽ അസ്രായിൽ ഉണ്ടല്ലേ, ആ അസ്രായിൽ എന്ന മലക്ക് ആ ഖാദിമിന്റെ റൂഹിനെ പിടിച്ചിട്ടുണ്ടല്ലോ, മയ്യത്തിനെ പിടിച്ചിട്ട് ഒരു കൊട്ടലിട്ടിട്ട് പോകുമ്പത്തേക്ക് ആ റൂഹൊന്ന് തറന്നു, നിന്റെ ഖാദിമിരത് നിന്റെ സേവക്കന്റെ റൂഹു ആര് മലക്കുൽ മൗത്ത് തറന്നു. തനിയൊണ്ടാരുളാൽ പൂടിത്തേതെങ്ങനെ തരും ഞാൻ എന്ന് മലക്ക് നവിന്തോർ. ഇപ്പൊ ബേജാറായിട്ട് മലക്ക് അല്ല ചൊന്നിട്ട് പിടിച്ച റൂഹല്ല മൊയ്തീനെ എങ്ങനെ നാ തണ്ടോ അവൽ കേട്ട് കയ്യിൽ അമരർ പൂടിത്തുള്ള സഞ്ചിയിലെ വേഗം പൂടിത്ത് പറന്നോവാർ. ആ സഞ്ചി കൊട്ട ഉണ്ടല്ല, റൂഹ് ഇട്ടോണ്ട് പോണ്ട ഒരു കൊട്ട ഉണ്ട്, അണ്ടത്തെ കച്ചവട ആരത് ഈ അസ്രായിൽത്. അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടെന്ന കൊട്ടയിൽ സനമിൽ തുറന്നു. അർസവന്ത് മൊഹീദ്ദീൻ ഷേഖ് അർസ വന്നിട്ട് ആ കോട്ടരെ പിടിച്ചിട്ട് ഒരു തട്ടൽ പറിച്ചിട്ട് അപ്പൊ എല്ലാം എന്താ തുറന്നിട്ട് അത് തന്നിലുള്ള ഉയരുകളെ തുള്ളിപ്പാറപ്പിച്ച് പാറ്റി വിടുത്തവർ. അണ്ടത്തെ കച്ചവടെല്ലാം പോയിട്ട് ആരെ വിട്ടു ഉദയി കണ്ടത് റായിൽ അള്ളാന്റെ വലിമ അതിറത്തിലെത്തി പറഞ്ഞവർ. വല്ലാത്ത ബേജാറിലെ അസ്രായിൽ പോയിട്ട് ഇങ്ങനെ ഒരു സംഭവമായി എന്റെ ജീവിതത്തിൽ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ ആയിരോ. നന്റെ മൊഹീദ്ദീൻ ഷേഖർ ഒരു മുരീദുല നക്ക് ഗൊന്തില്ല ಅಂತ ನಾನು ರೂಹ್ പിടിച്ചെ നിന്റെ ഓർഡറിങ് തല്ലേ നാ പിടിച്ച എന്താക്കേ. അപ്പൊ വിട്ടൂതൈ കണ്ട സിറായിൽ അള്ളാന്റെ വലിമ ഹദ്റത്തിലേക്ക് അള്ളാന്റെ അടുത്തേക്ക് പോയിട്ട് ചൊല്ലുടെ ബേജാറ്. അപ്പോൾ മാലക്കോട് അള്ളാ അരുളിയെ ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമ്പോ ചോദിച്ചത് എന്റെ ഹൗസല്ലേ. അപ്പൊ എന്റെ സഹായിയല്ലേ മൊഹീദ്ദീൻ ഷേഖ് ചോദിച്ചത് അല്ല അല്ല ചൊല്ലുടെ. അപ്പൊ ഈ കഥ ഈ സമസ്ത ഖുറാഫി മുസ്ലിയാക്കന്മാർ രായച്ചുത്ര ഇത്. അപ്പൊ ഇത് കളവങ്ങ് എന്തരല്ല, ഖുറാനും കളവ് ഹദീസും കളവും ഉണ്ട് ഈ മുസ്ലിയാക്കന്മാർ ചൊല്ലുടെ എന്തായല്ലേ. അപ്പൊ ടപ്പോരിങ്ങ ഇങ്ങളെ ഔലിയാക്കന്മാർ. മൊഹീദ്ദീൻ ഷേഖ് ഒറിജിനൽ അല്ല, ഒറിജിനൽ മൊഹീദ്ദീൻ ഷേഖ് കഥല്ല എന്നാ ചൊല്ലി. ഇങ്ങളെ മാലയിൽ എഴുതി വെച്ച ഒരു സാങ്കല്പിക കഥ ഉണ്ടല്ലോ എണ്ണാച്ചി എഴുതിയത് അതിലുള്ള. അപ്പൊ അള്ളാഹുരെ പേടിപ്പാട്ട് അള്ളാഹുരെ അരസരെ തകടം മറിക്കരെ ഇങ്ങനത്തെ ഔലിയാക്കന്മാർ. മലക്ക് ഇനി എന്ത് അസ്രായിലെ പണിയെടുത്ത് നന്റെ സഹായല്ലേ കേട്ട മൊയ്തീനല്ലേ, ആ മൊയ്തീനക്ക് നീ ഒന്ന് കൊടുത്തെങ്കിൽ എന്തിനാവാൻ തീയതി എല്ലാം ഇണ്ടത്തെ കച്ചവടം എല്ലാം പോയില്ലേ. ഇണ്ടത്തെ റൂഹു എല്ലാം കൊട്ടയിൽ അന്ത കൊട്ടയിൽ ഇരുന്ന റൂഹുകളൊക്കെയും പറപ്പിച്ചു വിട്ടവർ, പറപ്പിച്ചു പോയി. മൊയ്തീൻ ഷേഖ് അർശത്തിൽ ആ കൊട്ടരെ തട്ടിയെ. അതായത് നിങ്ങളെ കറാമത്ത്.